അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ മുസ്ലിയാക്കന്മാരുടെ ഒരു ചോദ്യമാണ്, വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചന അധ്യാപനത്തിൽ നിന്നും പലപ്പോഴും നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കും നിങ്ങളുടെ ആചാരങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനും ബിദ്അത്തിനും ഒക്കെ തെളിവ് ഉദ്ധരിക്കാറുണ്ട്. അത് മുൻഗാമികൾ ചെയ്തിട്ടില്ല, ഇതിൽ നിന്നൊരു നിയമം മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് സലഫികൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നിങ്ങൾ ആയത്തുകൾ ഹദീസുകൾ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തെളിവായിട്ട് ജനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് പറയാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് മുൻഗാമികൾ ഒരു നിയമം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഈ ആയത്തും ഹദീസും നിങ്ങൾക്ക് ഗവേഷണം നടത്തിക്കൊണ്ട് ഇതിൽ നിന്നൊരു മതവിധി കണ്ടെത്താൻ പറ്റണം. അതിന് നിങ്ങൾ അർഹരാണോ? ഈ ആയത്തും ഹദീസും ഇപ്പം നിങ്ങൾ നിബന്ധനത്തിനൊക്കെ ഓതി ഉൾപ്പെടെയുള്ള ആയത്തുകൾ നിങ്ങൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ നിങ്ങൾക്ക് അതിന് അവകാശവും അധികാരവും ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് അധികാരവും അവകാശവും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പൂർവികർ ഖുർആൻ പരിഭാഷ പോലും പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പിൻഗാമികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഈ ആയത്തും ഹദീസും വെച്ചുകൊണ്ട് ഇജ്തിഹാദ് ഗവേഷണം ചെയ്യാൻ അവകാശവും അധികാരവും ഉണ്ട് എങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ്? ഇജ്തിഹാദിൻ്റെ മാനദണ്ഡം എന്താണ്?